Good morning, everyone. This is the beginning of a new academic year, 2024-25. നമ്മളുടെ ലോകം ഇപ്പോൾ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുതകുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ അവരുടെ പഠന രീതി വ്യത്യാസപ്പെടുത്തണം. അവരുടെ എഡ്യൂക്കേഷൻ വേറൊരു തലത്തിലേക്ക് മാറ്റി ചിന്തിക്കണം എന്നുള്ളൊരു പുതിയ ചിന്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. We are in a very fluctuating world. The ever-changing dynamics of the world is becoming more and more intricate and difficult to handle. സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾസിനെ സംബന്ധിച്ച് ഞങ്ങൾ 50 വർഷമായി ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അധ്യാപകർ ആയിട്ടുള്ള കുറെ കൂട്ടം ആൾക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു എളിയ സ്ഥാപനമായിരുന്നു ഇത്. സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1974. ഒരു ചെറിയ കുടുംബത്തിൽ 4, 5, 6 അധ്യാപകർ ചേർന്ന് തിരുവല്ലയിൽ ആരംഭിച്ച ഒരു ചെറിയ സ്ഥാപനത്തിന്റെ പിന്തുടർച്ചയാണ് ഈ കാണുന്ന സ്ഥാപനങ്ങളെല്ലാം. ചെന്നൈയിലും ബാംഗ്ലൂരും കേരളത്തിലും ഈ സ്ഥാപനങ്ങളുടെ ശാഖകൾ ഓരോരോ കാലഘട്ടത്തിൽ സ്ഥാപിക്കുവാനായിട്ട് ഈ സൊസൈറ്റിക്ക് കഴിഞ്ഞു. 10,000-കണക്കിന് കുട്ടികൾ ഇതിൻ്റെ പ്രയോജനം കിട്ടി അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ലോകം മുന്നോട്ട് കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ടുഡേയ്സ് വേൾഡ് ഇസ് സോ മച്ച് ഇൻട്രിക്കേറ്റ് and responsible because what the children learn or take out from an institution is so important. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അധ്യാപനത്തിന് ഉപരി അവരുടെ ലൈഫ് സ്കിൽസ് ഏത് രീതിയിൽ രൂപപ്പെടുത്തണം എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ അക്കാഡമിക്സ് എവറി സ്റ്റുഡൻറ്റ് നീഡ് ടു imbibe or obtain life skills to live. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് അറിവ് നേടാൻ സാധിക്കും. പക്ഷെങ്കിൽ നാളെയിൽ അല്ലെങ്കിൽ അടുത്ത ലോകത്തിൽ കടക്കേണ്ടി വരുന്ന ഈ പിഞ്ചു കുട്ടികൾ ഏത് രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തയ്യാറെടുപ്പ് ഏത് രീതിയിൽ ആയിരിക്കണം എന്നുള്ളത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ചിന്ത ആ വഴിക്കാണ് കൂടുതലും ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അടുത്ത 10 വർഷം അല്ലെങ്കിൽ അടുത്ത 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷം ഈ ലോകം ഏത് രീതിയിലായിരിക്കും രൂപപ്പെട്ടു വരുന്നത്, ആ പുതിയ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്നിവിടെ ആരംഭിച്ചാൽ മാത്രമേ ഈ വിദ്യാഭ്യാസത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ, ഒരു അർത്ഥം ഉണ്ടാകുകയുള്ളൂ. സയൻസും ഇംഗ്ലീഷും മാത്സും സോഷ്യൽ സ്റ്റഡീസും ഹിന്ദിയും മലയാളവും ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മാത്രം ഇവർക്ക് ഏത് രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ചോദ്യചിഹ്നം എപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. അതിനൊക്കെ ഒരു അർത്ഥവും ഒരു മാനവും കൊടുക്കലാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അധ്യാപകർ അല്ലെങ്കിൽ സ്ഥാപനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതിലേക്കുള്ള ചെറിയ ചെറിയ കാൽവെപ്പുകൾ, ചൂടുവെപ്പുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഓരോ വർഷവും പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തി വരികയും ആ ആശയങ്ങളെ ഈ കുട്ടികൾക്ക് എങ്ങനെ പകർത്തി നൽകാം എന്ന് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടാണ് ഓരോ അധ്യയന വർഷവും ഞങ്ങൾ മുന്നോട്ട് ഒരു ചാലഞ്ചായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഈ അധ്യയന വർഷവും ഞങ്ങൾ വേണ്ട വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, പുതിയ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്കിൽസ്, അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനം നൽകാനും വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലൂടെയാണ് ഇതിനെല്ലാം ഒരു സാധ്യത വരുന്നത് എന്ന് ഞങ്ങളെല്ലാം പ്രത്യാശിക്കുന്നു. ആയതിലേക്ക് എല്ലാവർക്കും ആശംസകളും നേർന്നുകൊണ്ട് പുതിയ അധ്യയന വർഷം ഏറ്റവും ഫലപ്രദമായിക്കൊള്ളാനും ജീവിതത്തിൻ്റെ ഒരു നാഴികല്ലായിട്ട് മാറുവാനും വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.